നമസ്കാരം. ഇന്നത്തെ മുഖ്യാതിഥി ഋഷി സാർ, അതുപോലത്തെ വിശിഷ്ടാതിഥികൾ, ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ പ്രതിഭാശാലികൾ, അവരുടെ എല്ലാവിധ സപ്പോർട്ടുമായി പുറകിൽ നിന്ന ഹീറോസായ പേരൻസ്, അതുപോലെ സിവിൽ സർവീസ് മോഹവുമായി വരുന്നവർക്ക് അത്താണിയായി മാറിയ ഐലേസ് അക്കാദമി, അവരുടെ ഫാമിലി, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് വലിയ പ്രസക്തിയൊന്നുമില്ല പേരൻ്റ് എന്ന രീതിയിൽ, കാരണം കുട്ടികളാണെന്ന് ടോപ്പേഴ്സ്, നമുക്കതിനകത്ത് വലിയ റോളൊന്നും ഇല്ല സംസാരത്തിൽ. പക്ഷേ അമലിനോട് വന്നപ്പോൾ അമൽ പറഞ്ഞു, അമ്മ പൊക്കോ, ഷിനാസ് സാറിനെ അമ്മയ്ക്കറിയില്ലേ, അമ്മയ്ക്ക് നമുക്ക് നേരത്തെ പരിചയമുള്ളതാണല്ലോ, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഞാനിന്നിവിടെ ഈ ആദരവ് ഏറ്റുവാങ്ങിയത്. കാരണം സിവിൽ സർവീസ് എന്ന മോഹത്തിൽ ജയിച്ചത് മാത്രമല്ല, ഞങ്ങളുടെ മൂത്ത മകനായിരുന്നു അമൽ. അവനെ ഒരു ഡോക്ടറാക്കണം എന്നായിരുന്നു ആസ് എ പേരൻ്റ് എൻ്റെ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ വീട്ടിലൊരു ഫാമിലി ഒരു ഡോക്ടർ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സന്തോഷം തന്നെ. +2 കഴിഞ്ഞ് അവന് എൻട്രൻസൊക്കെ എഴുതി. അപ്പം ഞാനും അച്ഛനും പറഞ്ഞു, നീ ഒരു ഡോക്ടറെ MBBS ശ്രമിക്കാൻ പറ്റും. വേണ്ട, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ബിടെക്കിനാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് കുറച്ച് സങ്കടമൊക്കെ തോന്നി. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു എതിരാണല്ലോ നിന്നേ എന്നൊരു സങ്കടമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ബിടെക്ക് കിട്ടി. ആ ബിടെക്കിന് പഠിച്ചു. ഒപ്പം തന്നെ അവൻ്റെ പാഷൻ സിവിൽ സർവീസാണെന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, അതൊരു എന്താ പറയുക, ഒരു ഡെഡിക്കേഷനാണ്, അതിന് ഓടിച്ചെന്ന് അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമൊന്നും അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടിരിക്കുന്നത്. മോറോവർ ഞാനൊന്ന് ഡിഗ്രി കാലങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത ആളും കൂടിയാണ്. അന്ന് നമ്മുടെ പ്രശ്നങ്ങൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ ശ്രമിക്കട്ടെ, ദാറ്റ് ഇസ് മൈ പാഷൻ എന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അതിനെ ഞങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ നിമിഷത്തിൽ അവനതിൽ 5ാമത്തെ അറ്റംപ്റ്റിൽ അത് ഇപ്പം കഴിഞ്ഞ തവണത്തെ IPS കിട്ടിയിരുന്നു. ഇപ്പോൾ ട്രെയിനിങ് ആയിട്ട് വരാൻ പറ്റിയില്ല. ഇത്തവണ നിങ്ങൾക്കറിയാവുന്ന പോലെ 158ാം റാങ്കിൽ അവൻ്റെ ആ ആഗ്രഹം സാധിച്ചു എന്ന് പറയുന്ന അതിലെനിക്ക് ഭയങ്കര ഒരു ചരിതാർത്ഥ്യമുണ്ട്. അവൻ്റെ തീരുമാനമായിരുന്നു ശരിയെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ നമുക്കറിയാം, സിവിൽ സർവീസ് എന്ന് പറയുന്നത് പരീക്ഷ മോഹവുമായിട്ട് കുറേ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും തിരുവനന്തപുരം ഒരു ഹബ്ബായി മാറി എന്നാണ് എൻ്റെ ഒരു അറിവ്. കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പം ആ ഹബ്ബിൽ വരുമ്പോൾ പല സ്ഥാപനങ്ങളും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ എല്ലാവിധ കഴിവുകളെയും അംഗീകരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പ്രചോദനമായിട്ട് അവരുടെ ഡിഫക്ട്സ് എന്നത് മനസ്സിലാക്കി പരാജയപ്പെടുമ്പോൾ ആ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇത്രയും വലിയൊരു എക്സാം സക്സസ്ഫുള്ളായിട്ട് നേടിയെടുക്കുവാൻ എന്നും പ്രചോദനമായി ഇവിടെ കുറേ സ്ഥാപനങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അറിയാവുന്നിടത്തോളം ഐലേൺ അതിൻ്റെ എഫേർട്ട് വളരെയധികം വിലമതിക്കുന്നു. കാരണം ഐലേണിൽ വന്ന എൻ്റെ മകനും അതിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ ഷിനാസ് സാറാണെങ്കിൽ ഇപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ ഒന്നും പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ കുട്ടികൾക്കിടെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ ഇവർ കാണിക്കുന്ന എഫേർട്ടിനെ വളരെയധികം ഞാൻ അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ പല സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ കുട്ടികളെ വിളിച്ചു അവരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ വാങ്ങി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കി മുമ്പോട്ട് പോകുന്നതിന് പകരം ഇപ്പം നമ്മളിവിടെ ഒരു ലോഞ്ച് ചെയ്തൊരു സൂപ്പർ 30 എന്നത് വളരെയധികം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. എല്ലാവിധ സപ്പോർട്ടും അഭിനന്ദനവും ഞാൻ തരുന്നു. കാരണം നമ്മൾ കാണുന്നത് പോലെ തന്നെ സിവിൽ സർവീസ് എന്ന് പറയുന്നതിൻ്റെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അതിൽ വേണ്ടിയിട്ട് പഠിച്ചിട്ട് അതിനുവേണ്ടി ജോലി ചെയ്തുകൊണ്ട് തന്നെ അത് നേടുന്ന കുട്ടികളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേങ്കിലും അവരുടെ എല്ലാവിധ കൂടാതെ തന്നെ പിന്നോക്കമായിട്ട് സാമ്പത്തികമായി പിന്നേക്കം നിൽക്കുന്ന കുട്ടികൾ എത്രയോ ആളുകൾ എനിക്ക് തന്നെ അറിയാവുന്നവർ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ആൾക്കാരുമൊക്കെ. അപ്പോൾ അവരൊക്കെ നമ്മളോടും പറയുമോ, നിങ്ങൾക്ക് എന്നാ പ്രശ്നം, അവനങ്ങനെ വിട്ടാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്, ജോലി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ല, ആ പാഷൻ കണ്ടുപിടിച്ച് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ സൂപ്പർ 30 എന്ന ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഞാൻ വളരെയധികം ഐലേണിനെ ശ്ലാഘിക്കുന്നു. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, തിളക്കമാർന്ന വിജയം വരിച്ച എല്ലാവർക്കും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇവിടെ നിന്ന് ഈ സിവിൽ സർവീസ് മോഹത്തിൽ
എനിക്കറിയാം കഠിനാധ്വാനവും അതിൻ്റെ പ്രതിബദ്ധതയും അതുപോലെ ചലഞ്ചസും നേരിൽ കണ്ട അനുഭവിച്ചൊരു വ്യക്തി കൂടിയാണ്. കാരണം ഞാൻ പാർട്ടിസിപ്പേറ്റ് ആയിരുന്നല്ല, എൻ്റെ മകൻ 3 വർഷം വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ വിഷമം ഞാൻ നേരിൽ കണ്ട വ്യക്തിയാണ്. അപ്പോൾ ആ ഉന്നതമായ വിജയം നേടിയ നിങ്ങളെ എല്ലാവരെയും പേര് എനിക്ക് ഓർമ്മയില്ല, എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ വിജയപാതയിൽ, ഇനി മുമ്പോട്ടുള്ള വിജയപാതയിലും എല്ലാവിധ തിളക്കമാർന്ന വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് അനുമോദിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഐലൻ അക്കാദമിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച് ഇനിയും ഇപ്പം സൂപ്പർ 30 കൂടെ അടുത്ത വരും വർഷങ്ങളിലും ഇനിയും കൂടുതൽ വിജയങ്ങൾ സമൂഹത്തിന് നൽകട്ടെ എന്നുകൂടി ഞാൻ പ്രത്യാശിക്കുന്നു. ഏതായാലും എനിക്ക് 2 വാക്ക് തരുവാൻ സംസാരിക്കുന്ന അവസരം തന്ന ഐലൻ IAS അക്കാദമിയുടെ എൻ്റെയും അമൽ PVയുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി വിട്ടുപോയി. ഋഷി സാറിൻ്റെ എനിക്ക് വളരെ കാര്യങ്ങളായിട്ട് വളരെ പരിചയമുള്ള ഒരാളാണ്. പക്ഷേ നേരിൽ ഇങ്ങനെ അടുത്ത് നിന്നൊരു മൊമെൻ്റ് വാങ്ങാൻ കഴിയുമെന്നുള്ളത് വളരെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച പോലെയായിപ്പോയി. സാറിനെ കുറിച്ച് ഇങ്ങനെ ഞാനെല്ലാ കാരണം നമ്മളിപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നതുകൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ വയനാട് ദുരന്തത്തിലൊക്കെ നേരിട്ട് കണ്ടും നമ്മൾ TV ലൈനിൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ചരിതാർത്ഥ്യം തന്നെയാണ്. നന്ദി.